പണ്ട് ഒരു കുപ്പി കൊണ്ടുപോയാൽ 50 രൂപയുടെ പെട്രോൾ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു കുപ്പി കൊണ്ടുപോയാൽ 100 രൂപയുടെ പെട്രോൾ കിട്ടും. ആ ട്രോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പെട്രോൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ കെമിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലേ. അപ്പോൾ ഒരു കെമിക്കൽ പ്ലാന്റിലെ എക്യുപ്മെന്റ്, ഒരു വലിയ ഡിസ്റ്റിലേഷൻ കോൾ ആയിക്കോട്ടെ. അപ്പോൾ വലിയ ഡിസ്റ്റിലേഷൻ കോൾ ഇത്രയല്ല, വലുത്. അപ്പോൾ ആ ഡിസ്റ്റിലേഷൻ കോളത്തിന് 10 കൊല്ലം മുമ്പ് എത്രയായിരുന്നു വില എന്ന് നമുക്ക് അറിഞ്ഞാൽ, നമുക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസ്റ്റിലേഷൻ കോൾ ഉണ്ടാക്കാൻ പോവാന്ന് വിചാരിക്കുക, അല്ലെ വാങ്ങാൻ പോവാ. അപ്പോൾ നിങ്ങൾ എത്ര പൈസ വേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആലോചിക്കാനായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ അങ്ങ് എടുത്ത് കളയാം. അല്ല, അതിന് മുമ്പ് നമുക്ക് ഫോർമുല എഴുതാം. കോസ്റ്റ് ഇൻഡെക്സ് ഇങ്ങനെ ഉപയോഗിക്കാം. C2/C1 ഈക്വൽ ടു ഇൻഡെക്സ് 2 ഇൻഡെക്സ് 1 C ഇൻഡെക്സ്. ഒരു 2-1 എന്നുള്ളത് 2 ടൈം എടുത്തോ. അതായത് ഒരു ടൈം 2 എന്നൊരു പോയിന്റ് ഓഫ് ടൈമിനകത്ത് ഉള്ള കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 എന്ന പോയിന്റ് ഓഫ് ടൈമിനകത്തുള്ള കോസ്റ്റ് ഈക്വൽ ടു കോസ്റ്റ് ഇൻഡെക്സ് അറ്റ് പോയിന്റ് 2 ബൈ കോസ്റ്റ് ഇൻഡെക്സ് അറ്റ് പോയിന്റ് 1. കോസ്റ്റ് ഇൻഡെക്സ് 2 കോസ്റ്റ് ഇൻഡെക്സ് ബൈ 1. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഈ കോസ്റ്റ് ഇൻഡെക്സ്, 2 കോസ്റ്റ് ഇൻഡെക്സിന്റെ വാല്യൂ എപ്പോഴും നിങ്ങൾക്ക് തരും. എന്നിട്ട് പഴയ കോസ്റ്റ് നിങ്ങൾക്ക് തരും. C1 നിങ്ങൾക്ക് തരും. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? C2 പറയും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരും 2010 കോസ്റ്റ് ഇത്രയായിരുന്നു, കോസ്റ്റ് ഇൻഡെക്സ് ഇത്രയായിരുന്നു. 2020 കോസ്റ്റ് ഇൻഡെക്സ് ഇത്രയാണ്, കോസ്റ്റ് എത്രയായിരിക്കും? അപ്പൊ എന്ത് ചെയ്യുക? C2 കാൽക്കുലേറ്റ് ചെയ്യും. ബാക്കി എല്ലാ സാധനവും തരും. ഇത്രയേ ഉള്ളൂ. ഇനി വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ഫോർമുല ഉണ്ട്. C2/C1 ഈക്വൽ ടു, C എന്താണ്? C കോസ്റ്റ് ആണ്. ഇൻഡെക്സ് കോസ്റ്റ് ഇൻഡെക്സ് വരെ. അപ്പൊ C2/C1 ഈക്വൽ ടു V2/V1 ഹോൾ റേസ് ടു 0.6. ഈ V എന്നുള്ളത് വോളിയം ആവണമെന്ന് എടുക്കരുത്, കപ്പാസിറ്റി ആണ്. കപ്പാസിറ്റി, ഈ വിക്ക് വരെ കപ്പ് അങ്ങനെ എഴുതിക്കോ, കപ്പാസിറ്റി തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടായിരുന്നു. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ വോളിയം ഉള്ള സാധനത്തിന്റെ, പർട്ടിക്കുലർ കപ്പാസിറ്റി ഉള്ള സാധനത്തിന്റെ കോസ്റ്റ് നമുക്കറിയാം. വേറെ ഒരു കപ്പാസിറ്റിയുടെ സെയിം സാധനം, ഡിസ്റ്റിലേഷൻ കോളാണ്, ഡിസ്റ്റിലേഷൻ കോളം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. 10 മീറ്റർ നീളമുള്ള ഡിസ്റ്റിലേഷൻ കോളവും 20 മീറ്റർ നീളമുള്ള ഡിസ്റ്റിലേഷൻ കോളും കമ്പയർ ചെയ്യാം. കൂളിംഗ് ടവറിന് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. 1 ലിറ്റർ വെള്ളവും 10 ലിറ്റർ പെട്രോളിന്റെ വില കമ്പയർ ചെയ്യാൻ പറ്റില്ലോ. അതുപോലെ തന്നെ സെയിം സാധനം കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പാസിറ്റി നമുക്കറിയാം, മറ്റേ കപ്പാസിറ്റി അറിയാം, ഒരു കപ്പാസിറ്റിയുടെ കോസ്റ്റ് അറിയാം. രണ്ടാമത്തെ കപ്പാസിറ്റിന്റെ കോസ്റ്റ് കാണാൻ നമ്മൾ ഇത് കൊടുക്കുന്നു. ഈ ഫോർമുലയുടെ പേരാണ് വില്യംസൺസ് 6/10 റൂൾ. 6/10 എന്താണ്? 0.6. അതാണ് ഇവിടെ 0.6 പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പറയും അക്കോർഡിംഗ് ടു വില്യംസൺസ് 6/10 റൂൾ കാൽക്കുലേറ്റ് കോസ്റ്റ്, അങ്ങനെ പറയും. അപ്പൊ എന്ത് ചെയ്യുക? ഈ ഫോർമുല ഇട്ട് കൊടുക്കുക. 2 വോളിയം തരും, ഒരു കോസ്റ്റും തരും. രണ്ടാമത്തെ കോസ്റ്റ് കാണാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ബിടെക് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ വന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ സാധനമാണ്, നോക്കിക്കോ. An air conditioning system was purchased in 1983 for $1,60,000. Estimate its cost in 1989 using both Marshall and Swift Index and Chemical Engineering Plant Cost Index. എന്നിട്ട് അവർ തന്നു 2 കോസ്റ്റ് ഇൻഡെക്സ് തരാണ്. അപ്പൊ ഈ കോസ്റ്റ് ഇൻഡെക്സിന്റെ വാല്യൂ നമുക്ക് മാറി മാറി തരാം. നമുക്ക് ഈ ഫോർമുല എന്തായിരുന്നു? C2/C1 ഈക്വൽ ടു ഇൻഡെക്സ് 2 ബൈ ഇൻഡെക്സ് 1. കോസ്റ്റ് ഇൻഡെക്സ് കേട്ടോ, കോസ്റ്റ് ഇൻഡെക്സ് 2 ബൈ കോസ്റ്റ് ഇൻഡെക്സ് 1. അപ്പൊ എന്തായി? നമുക്ക് 2 കോസ്റ്റ് ഇൻഡെക്സ് എന്തായാലും തരും. പക്ഷെ ഇവിടെ ഇവർ 2 മെത്തേഡ് തന്നേക്കുന്നത്. ഒന്ന് മാർഷൽ ആൻഡ് സ്വിഫ്റ്റ് ഇൻഡെക്സ് ഉണ്ട്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്ലാന്റ് കോസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ എന്താണ്? 2 സെറ്റ് ഓഫ് കോസ്റ്റ് ഇൻഡെക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 രീതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ആൻസർ വേറെ വേറെ കിട്ടും. 2 ആൻസർ എഴുതി വെക്കിയാൽ നമ്മുടെ ആൻസർ കിട്ടി. എന്തുണ്ട്? ഫസ്റ്റ് കോസ്റ്റും ഉണ്ട്. അപ്പൊ C1 ഉണ്ട്, 2 കോസ്റ്റ് ഇൻഡെക്സിന്റെ 2 സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. C2നും 2 ആൻസർ കിട്ടും. സിമ്പിൾ ആണ്, ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്? ആദ്യം ബ്രാക്കറ്റിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് കോസ്റ്റ് ഇൻഡെക്സിന്റെ. മാർഷൽ ആൻഡ് സ്വിഫ്റ്റ് ഇൻഡെക്സ് 1983 എത്രയാണ്? 761 ആണ്. 1983 ആണ് പോയിന്റ് ഓഫ് ടൈം 1. അപ്പോൾ കോസ്റ്റ് ഇൻഡെക്സ് 1 എത്രയാണ്? 1761. അപ്പോൾ ഈക്വൽ ടു C2 ഈക്വൽ ടു
C1 ഇൻറ്റു CI2 ബൈ CI1 ഇത് ഈക്വൽ ടു കോസ്റ്റ് എത്രയായിരുന്നു 1,60,000 ഇൻറ്റു കോസ്റ്റ് ഇൻഡെക്സ് 1 ആണ് നമ്മൾ പറഞ്ഞത്. 1983 എത്രയാണ്? 761 ആണ്. 1989 857 ആയി. അപ്പം എന്തായി? നമുക്ക് 1989 കോസ്റ്റ് എത്രയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റി. ഇതിനൊരു ചെറിയ കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ തെറ്റാതിരിക്കാനായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും ഒരു പഴയ വില തന്നിട്ട് പുതിയ വില കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ കോസ്റ്റ് ഇൻഡെക്സിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ വലിയ വാല്യൂ ആയിരിക്കും മുകളിൽ. എങ്ങനെ നോക്കിയാലും എപ്പോഴും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുള്ളൂ. എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയുള്ളൂ. കാലം കൂടുന്നതനുസരിച്ച് വില കൂടുന്നു എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രം ആലോചിക്കേണ്ടതാണത് കേട്ടോ. കോസ്റ്റിൻ്റെ സെക്കൻഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഇൻഡെക്സ് 2 ബൈ കോസ്റ്റ് ഇൻഡെക്സ് 1 എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കും. കോസ്റ്റ് 1-നെക്കാട്ടും വലുതായിരിക്കും കോസ്റ്റ് 2. മനസ്സിലായോ? ഇത്രയോ സിമ്പിൾ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഈ കോസ്റ്റ് ഇൻഡെക്സിന് ഇവർ വേറെ സെറ്റ് ഓഫ് വാല്യൂ വന്നു. ഇതിപ്പോൾ നമ്മളെന്താ കാൽക്കുലേറ്റ് ചെയ്തത്? മാർഷൽ ആൻഡ് സ്വിഫ്റ്റ് ഇൻഡെക്സ്. ഇതിൻ്റെ പേരൊന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പേര് അറിയേണ്ട ആവശ്യമില്ല. ഇവർ തരും, വാല്യൂ തരും, കോസ്റ്റ് ഇൻഡെക്സിന്റെ വാല്യൂ തരും. ഞാനാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ എന്താ? കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്ലാന്റ് ഇൻഡെക്സോ അങ്ങനെ എന്തൊരു സാധനം ഉണ്ട്, അതും കൂടി തന്നു. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനകത്ത് വ്യത്യാസം എന്താ വെച്ചാൽ ഇപ്പോൾ 2 പോയിന്റ് ഓഫ് ടൈം തന്നു. ഇനി എന്ത് തരും? അവർ വോളിയം തരും, അല്ലെ കപ്പാസിറ്റി മാറുന്നു തരും. അതിന് നമുക്ക് എന്താ ഉപയോഗിക്കണ്ടേ? പലതും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ സാധാരണ വില്യംസൺസ് 6/10 അല്ലെ 6/10 റൂൾ എന്ന് ഉപയോഗിക്കും. മറന്നു പോയാലും കുഴപ്പമില്ല. 6/10 റൂൾ എന്ന് പറഞ്ഞാൽ ആ 0.6 ഉണ്ടല്ലോ, ഏത് ഇപ്പോൾ എഴുതി കാണിച്ചു തരാം. C2 ബൈ C1 ഈക്വൽ ടു V2 ബൈ V1 ഹോൾ റേസ് ടു 0.6. വി എന്താണ്? കപ്പാസിറ്റി ആണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാം. An ethylene plant with capacity of 1 lakh tons per year cost $16 million. Estimate cost of $2 million. Estimate cost of 2 lakh tons per year plant using Williamson's 6/10 factor rule method. വളരെ സിമ്പിളാണ്. ഇതിനെക്കാട്ടും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തരാൻ പറ്റുമെന്ന് അറിയില്ല. കോസ്റ്റ് 2 കണ്ടുപിടിക്കണം. എന്താണ് കോസ്റ്റ് 2? കോസ്റ്റ് 1 എന്താ അറിയാം? C2 ഈക്വൽ ടു C1 ഇൻറ്റു V2 ബൈ V1 ഹോൾ റേസ് ടു 0.6. 0.6ന്റെ വാല്യൂ നമുക്കറിയാം. 6/10 എന്ന് പറഞ്ഞാൽ 0.6 ഇട്ട് കൊടുക്കുക. കപ്പാസിറ്റി ആണ് V2 V1. കപ്പാസിറ്റി എന്താ അറിയാം? ഒന്നില് 2 lakh tons ആണ്, മറ്റേലോ 1 lakh tons. അപ്പം എന്താവും? ഈക്വൽ ടു 16 ഇൻറ്റു 2 lakh ബൈ 1 lakh ഹോൾ റേസ് ടു 0.6. സംഭവം കഴിഞ്ഞു. എന്ത് കിട്ടി? കോസ്റ്റ് 2 കിട്ടി. അതായത് 2 lakh tons per year ഉള്ള പ്ലാന്റ്, പ്രൊഡക്ഷൻ ഉള്ള പ്ലാന്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടി. ഇതിലും ഒരു കാര്യം ഓർത്തിരുന്നോ, ഫ്രാക്ഷന്റെ ഉള്ളിലുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും പൊതുവെ എല്ലായ്പ്പോഴും. കാരണം എന്താ? അവർ ചെറിയ കപ്പാസിറ്റി തന്നിട്ട് വലിയ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ക്വസ്റ്റ്യൻ ഓവർ. നമ്മുടെ കോസ്റ്റ് ഇൻഡെക്സ് വളരെ സിമ്പിൾ ആണ്. ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, വോളിയം അല്ല കപ്പാസിറ്റി തരുമ്പോഴാണ് എന്ത് വരിക? ആ റേസ് ടു 0.6 വരിക. ടൈം ഉള്ളപ്പോൾ ഹോൾ റേസ് ടു ഉണ്ടോ? ഹോൾ റേസ് ടു ഇല്ല. C2 ബൈ C1 ഈക്വൽ ടു കോസ്റ്റ് ഇൻഡെക്സ് 2 ബൈ കോസ്റ്റ് ഇൻഡെക്സ് 1. 1 2 എന്താ? പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പോൾ ഒരു കൊല്ലം തരും. 1983, 1982 അങ്ങനെയൊക്കെ തരും. 2005 ഒന്നും ഇവർ എത്തി തുടങ്ങിയിട്ടില്ല. പഴയ കാലത്തിൽ എപ്പോഴും വരും. ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമുലയാണെന്ന് വേണേൽ പറയാം.
ഇതിന്റെ വാല്യൂ കോസ്റ്റ് ഇൻഡെക്സിന്റെ വാല്യൂ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു ക്വസ്റ്റ്യനിൽ തരും. ഇത്ര സിമ്പിളാണ്. ഇത് ചെയ്യാതെ വിട്ടാൽ മണ്ടത്തരമാണ്, വെറും മണ്ടത്തരം. ഓക്കെ, ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് കപ്പാസിറ്റിയുടെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു, ടൈമിന്റെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു. ഇനി ഇവരെന്ത് തരും? ഒരു പർട്ടിക്കുലർ ഇയറിനകത്ത് ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റിനകത്ത്, ഫോർ എക്സാമ്പിൾ 2005 10 ലിറ്ററിന്റെ ഒരു സാധനം ഉണ്ടാക്കി, 10 ലിറ്ററിന്റെ ഫ്രിഡ്ജ് ഉണ്ടാക്കി. 2020 20 ലിറ്ററിന്റെ ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ എത്ര വേണം? അപ്പൊ രണ്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഏത് വേണം ചെയ്യാം. ഒന്ന് ടൈമിന്റെ വെച്ച് കോസ്റ്റ് ഇൻഡെക്സ് വെച്ചിട്ട് പുതിയ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ കപ്പാസിറ്റി വെച്ചിട്ട് പിന്നെയും അത് അപ്ലൈ ചെയ്യാം. ഇപ്പൊ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. പിന്നെ ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് എപ്പോഴും വോളിയം ആവണം നിർബന്ധമില്ല, പ്രൊഡക്ഷൻ റേറ്റ് ആവാം. നേരത്തെ തരുന്നത് ടൺസ് പെർ ഇയർ അല്ലേ, അത് കിലോഗ്രാം അല്ലേ, വെയിറ്റ് അല്ലേ. അപ്പോൾ അത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ടൺസ് പെർ വെയിറ്റിലാണ്. ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ വോളിയം ആവും. അപ്പോൾ സ്റ്റോറേജ് ടാങ്ക് എന്തെങ്കിലും ആയിരിക്കണം, ചിലപ്പോൾ വോളിയം ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോളത്തിന്റെ കാര്യമാണെങ്കിൽ ഹൈറ്റ് ആയിരിക്കാം. അല്ലെ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? സർഫസ് ഏരിയ ആയിരിക്കാം. അപ്പോൾ ഓരോ എക്യുപ്മെന്റും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ കപ്പാസിറ്റി ആയിട്ട് എടുക്കുന്ന. വോളിയം അല്ലെങ്കിൽ വെയിറ്റ് ആവണം നിർബന്ധമില്ല, സർഫസ് ഏരിയ ഒക്കെ ആവാം. അത്രയേ ഉള്ളൂ നമ്മുടെ കോസ്റ്റ് ഇൻഡെക്സ്.